പച്ചക്കറി ചെടികൾക്ക് കായ്ഫലമില്ലാത്തതിന് ഒരു യൂട്യൂബ് വ്യൂവർ പറഞ്ഞു തന്ന ഐഡിയ ആണ് ഫിഷ് അമിനോ സ്പ്രേ ചെയ്യാൻ. വായിച്ചു നോക്കിയപ്പോൾ തിരക്കിടില്ലാന്ന് തോന്നി. അപ്പോൾ ഓൺലൈനായിട്ട് വാങ്ങിച്ചു, അത് സ്പ്രേ ചെയ്തു. അത് കഴിഞ്ഞ ദിവസം ഞാൻ പോസ്റ്റ് ചെയ്തിരുന്നു 1-2 തവണ. ആദ്യം കുറേ ചെടികൾക്ക്, പിന്നെ കുറേ ചെടികൾക്ക്. ഇനിയും ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോൾ 3-4 ദിവസമായിട്ട് ഇപ്പോഴും ഇടയ്ക്കിടയ്ക്കൊക്കെ ഒഴിവുള്ളപ്പോൾ ചെയ്യും. കുറച്ച് മെനക്കെട പണിയാണ്, കാരണം അത് നല്ല സ്പ്രേ ചെയ്യാൻ കുറച്ച് ശക്തി വേണം, കൈയൊക്കെ കടയും. അപ്പോൾ ഈ മുളക് തടി അതാ പോയിട്ടുണ്ട്. അടുത്ത സ്റ്റെപ്പിലേക്ക് പോയിട്ടില്ല. കായ്ച്ചാലേ മുഴുവൻ ബലായി എന്ന് പറയാൻ പറ്റുള്ളൂ. മാത്രമല്ല കായകൾ വിളഞ്ഞും കിട്ടണം. ഇവിടെ എന്താ പ്രശ്നം വെച്ചാൽ മുളക് ചെടികളൊക്കെ നന്നായിട്ട് വളർന്ന് തുടക്കത്തിൽ വരും. ചിലപ്പോൾ പൂവിടും. പൂവിട്ട് കഴിഞ്ഞാൽ കായ ഉണ്ടാവില്ല, വളരെ അപൂർവം ഉണ്ടാവും. പിന്നെ അധികം അതല്ല, ഈ കുറച്ചങ്ങോട്ട് കഴിയുമ്പോഴേക്കും ഇലകളൊക്കെ കുരുടിച്ച് ഇങ്ങനെ വളരെ ചുരുണ്ട് ഒന്നിനും കൊള്ളാത്ത രൂപത്തിൽ പോകും. അപ്പോൾ ഞാൻ തല വെട്ടിക്കളയും. എന്നിട്ട് പിന്നെ വളരുമ്പോൾ ആദ്യത്തെ 1-2 ഇലയൊക്കെ ചിലപ്പോൾ നല്ലതുണ്ടാവും, പിന്നെയും പഴയ തന്നെ സ്ഥിതി. അപ്പോൾ അതിനൊരു പരിഹാരം കിട്ടാൻ വല്ല വഴിയുണ്ടോ എന്നാണ് ഞാൻ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. നേരത്തെ കണ്ടത് ഒരു 12 ഇഞ്ച് ചെടിച്ചട്ടിയിലെ മുളക് തൈകളാണ്. ഇത് കുറച്ചുകൂടെ വലിയ ചെടിച്ചട്ടി, ഒരു 18 ഇഞ്ച് വലുപ്പമുള്ള ചെടിച്ചട്ടിയാണ്. അതിൽ 2 തൈകൾ നന്നായിട്ട് വളർന്നുണ്ട്, 2ലും പൂമൊട്ടുകളായിട്ടുണ്ട്. അപ്പോൾ വീണ്ടും പ്രതീക്ഷ തുടങ്ങുകയാണ്. ഇതിൽ പിന്നെ ആ ഒരു ഉണങ്ങിയ കുറ്റി കാണുന്നില്ലേ, അത് ഞാനൊരു കറിവേപ്പിൻ്റെ തണ്ട് കഷ്ണം മുറിച്ച് അതിൽ വെച്ച് കൊടുത്തതാണ്. ഈ മുളക് തൈ ഒടിഞ്ഞു വീണപ്പോൾ സപ്പോർട്ടായിട്ട്. അതിനൊരു മൈക്രോസ്കോപ്പിക് തളിരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു, പക്ഷേ പുരോഗതിയൊന്നും കാണുന്നില്ല. കമ്പ് പറിച്ചെടുത്ത ഒറിജിനൽ ചെടിയിൽ അവിടെ കുറേ തളിരൊക്കെ പുതിയത് വന്നിട്ടുണ്ട്. അതൊരു 2-3 സെൻറ്റിമീറ്ററൊക്കെ വലുപ്പത്തിലായിട്ടുണ്ട്. പക്ഷേ ഈ ഉണക്കക്കൊള്ളി പോലുള്ളതിൽ ആ മൈക്രോസ്കോപ്പിക് തളിരുകളൊക്കെ മൈക്രോസ്കോപ്പിക്കായിട്ട് തന്നെ തുടരുന്നുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ പ്രതീക്ഷയുള്ളത് ഈ മുളക് ഒന്ന് നന്നായിട്ട് കായ്ച്ച് കിട്ടുക എന്നുള്ളതാണ്. അപ്പോൾ ഇനി ഇത് കണ്ടുകൊണ്ട് ഇനി ഒന്നും കൂടെ ഫിഷ് അമിനോ സ്പ്രേ ചെയ്ത് കൊടുത്താലോ എന്ന് ആലോചിക്കുന്നുണ്ട്. അതിന് മുമ്പ് തന്നെ ഇതിന് ഒക്കെ വേപ്പിൻ പിണ്ണാക്കും ചാണകപ്പൊടിയൊക്കെ മുമ്പേ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് ആ ചെടിച്ചട്ടിയിൽ ഇപ്പോഴും കാണാം. ഇന്നലെയും കുറച്ച് ചാണകപ്പൊടിയല്ല, ഇന്നലെ ഇട്ട് കൊടുത്തത് വേപ്പിൻ പിണ്ണാക്കാണ്, രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാൻ. കാരണം അപ്പുറത്തും ഇപ്പുറത്തൊക്കെ ഒരുപാട് മുളകുകളുണ്ട് കുരുടിച്ച് പോയത്, ഇലകളൊക്കെ ഒന്നിനും കൊള്ളാത്തത്. അപ്പോൾ അതിൻ്റെ രോഗം ഇതിലേക്ക് പടരാതിരിക്കാൻ എന്നുള്ള കണക്കിലൊക്കെയാണ് ഞാൻ വേപ്പിൻ പിണ്ണാക്ക് വീണ്ടും ഇട്ട് കൊടുത്തത്. ഗുണാവോ ദോഷാവോ എന്നൊന്നും എനിക്കറിയില്ല, ഭാവിയിൽ പറയാം.